കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ആദ്യനും അന്ത്യനും നീ മാത്രമേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഞങ്ങളെ നീ സ്നേഹത്തോടെ നോക്കി പാർക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന മക്കളെ ദൈവമായിട്ട് നിങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി ഉടമ്പടി എടുക്കുന്ന എല്ലാവരുടെയും ഒരു ഭക്ഷണമാണ് ഉടമ്പടി ധ്യാനം. നിങ്ങളെ നയിക്കുകയും നിങ്ങൾക്ക് വെളിച്ചം നൽകുകയും ഇരുട്ടിൽ പ്രകാശിപ്പിക്കുകയും നടക്കേണ്ട വഴി പറഞ്ഞു തരികയും എല്ലാം ചെയ്യുന്നത് ഉടമ്പടി ധ്യാനത്തിലൂടെയാണ്. ഇത് ഓൺലൈനിൽ ഒരാഴ്ച കൂടുന്നത് 2.5 ലക്ഷം ആൾക്കാരാണ്. ഓൺലൈനിൽ ഒരാഴ്ച
അപ്പം അവരെയും എല്ലാം ഈ സമയത്ത് നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കണം. അച്ഛനോട് ചേർന്ന് കർത്താവേ, ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന തീർത്ഥാടന ഉടമ്പടിക്കായി കൃപാസനത്തിൽ എത്തിയിരിക്കുന്ന ഞങ്ങളെയും ഈ ഉടമ്പടി ധ്യാനം അതാത് സ്ഥലങ്ങളിലിരുന്ന് ഓൺലൈനായി പങ്കെടുക്കുന്നവരെയും കർത്താവേ, നിന്റെ തിരുമുറിവ് വാർന്ന വലത് കരത്താൽ സ്പർശിക്കണമേ. തുറക്കപ്പെടട്ടെ എന്ന കൽപ്പനയാൽ ചെകിടന്റെ ചെവി തുറന്നതുപോലെ എല്ലാ മക്കളും അങ്ങയുടെ വചനം കേൾക്കാൻ അവരുടെ ആന്തരിക കർണപുടങ്ങളെ അങ്ങ് തുറക്കണമേ. അങ്ങേ കാണുവാൻ ആന്തരിക നേത്രങ്ങളെ അഭിഷേക വിധി പ്രകാരം അങ്ങ് പ്രകാശിപ്പിക്കണമേ. വചനം കേൾക്കുവാൻ നമ്മുടെ ചെവികളെ നീ തുറക്കണമേ. അനുഭവിച്ചറിയുവാൻ, നിന്നെ കാണുവാൻ നമ്മുടെ ആന്തരിക നേത്രങ്ങളെ നീ തുറക്കണമേ. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങേ അറിഞ്ഞ് ആരാധിക്കുവാൻ അഭിഷേകം സ്വീകരിക്കുവാൻ ആരാധിച്ച അഭിഷേകം സ്വീകരിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. മഹത്വം, ആരാധന, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മറ്റ് ഒത്തിരിയേറെ പ്രാർത്ഥനാ രൂപങ്ങളുമായിട്ട് നിങ്ങൾക്ക് അനുഭവ പരിചയമുള്ളതാണ്. പലപ്പോഴും നമ്മളെ പരാജയപ്പെടുത്തുന്നതും ഈ പരിചയമാണ്. മറ്റ് പ്രാർത്ഥനാ രൂപങ്ങളിൽ നമ്മൾ പ്രയോഗിക്കുന്ന അതേ ഒരു പരിചരണം തന്നെയാണ് ഉടമ്പടിയിൽ വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഉടമ്പടിയുടെ തനത് കൃപകൾ മിസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ഉടമ്പടിയുടെ അപ്ഡേഷൻസ് വരുന്നത്. നമ്മൾ പലതും പല പ്രാർത്ഥനാ രൂപങ്ങളെയും നാം പ്രയോഗിച്ച് ചിലപ്പോൾ വേണ്ടത്ര ഫലം കിട്ടാതെ വരികയോ അല്ലെങ്കിൽ ആ പ്രാർത്ഥനാ രൂപങ്ങളുടെ അപ്പുറത്ത് നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ സങ്കീർണമാകുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഉടമ്പടിയെ ആശ്രയിക്കുന്നത്. പക്ഷേ പലർക്കും ഒരു വിഷയം ഉടമ്പടിയുടെ സാക്ഷരതയുടെ ആനുപാതികമായിട്ടായിരിക്കും അതിൻ്റെ അനുഭവങ്ങൾ വരുന്നത്. ഉടമ്പടിയെക്കുറിച്ച് നമുക്കൊരു വിദ്യാഭ്യാസം വേണമല്ലോ. അത് മറ്റ് പ്രാർത്ഥന രൂപങ്ങൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണ പോലെ സിമ്പിളായിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. സിമ്പിൾ ഓപ്പറേഷൻ, ഒരു നൊവേന സിമ്പിൾ ഓപ്പറേഷനാണ്. നമ്മളെ സംബന്ധിച്ച് അവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ നാക്ക്, നമ്മുടെ മനസ്സൊക്കെ ഉള്ളൂ, അല്ലേ? അത് പിന്നീട് അതിൻ്റെ ഫോളോ അപ്പ് ഒന്നുമില്ല. അത് പാട്ട് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന രൂപമാണ്. അതിൻ്റെ നമുക്ക് കിട്ടുന്ന റിട്ടേൺസിന് ഒരു പരിധികളുണ്ട്. കാര്യം അതൊരു സിംഗിൾ എഡ്ജ് പ്രെയറാണ്. നമ്മൾ ചെയ്യുന്ന പല പ്രാർത്ഥനകളും സിംഗിൾ എഡ്ജാണ്. നിങ്ങളാണ് അതിൻ്റെ അകത്തൊരു ഓപ്പറേറ്ററായിട്ട് വരുന്നത്. ആ പ്രെയർ ഓപ്പറേറ്റ് ചെയ്യണത് നിങ്ങളാണ്. അതിൻ്റെ എഫിക്കസി ഓഫ് ദി പ്രെയർ, അതിൻ്റെ ദൈവം കേൾക്കുക അല്ലെങ്കിൽ അതിന് വിഷയം റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളത് അവിടെ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. വാട്ട് ക്യാൻ യു ഡു? നത്തിങ്.
അത് ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക് വിടുന്ന വിഷയമാണ്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി വരുമ്പോൾ അങ്ങനെയല്ല. എന്താ കാര്യം? ഉടമ്പടി ഒരു മറ്റെല്ലാ പ്രാർത്ഥനയും ഒരു ഹ്യൂമൻ ഇനിഷ്യേറ്റീവായിട്ട് വന്നിട്ടുള്ള പ്രാർത്ഥനകളാണ്. ഇപ്പോൾ ജപമാല സെൻറ്റ് ഡൊമിനിക്കിലൂടെ സഭയ്ക്ക് ലഭിച്ചതാണ്. കുരിശിൻ്റെ വഴി സെൻറ്റ് ഫ്രാൻസിസ് അസീസിയിലൂടെ നമുക്ക് ലഭിച്ചതാണ്. അതുപോലെ ദിവ്യകാരുണ്യ ആരാധന ക്ലാര പുണ്യാളത്തിലൂടെ നമുക്ക് ലഭിച്ചതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഹ്യൂമൻ പാർട്ടിസിപ്പൻ്റ് ഉണ്ട്. അതാത് കാലത്ത് സഭ അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധിക്കാണ് ദൈവത്തിൻ്റെ മനുഷ്യരിലൂടെ ദൈവം നമ്മളോട് സംസാരിച്ചാണത്. പക്ഷേ അതിന് ഒരു ഡെഫിനിറ്റ് ഹ്യൂമൻ പാർട്ടിസിപ്പൻ്റ് ഈസ് ദെയർ. അങ്ങനെ ഒരു ഹ്യൂമൻ പാർട്ടിസിപ്പൻ്റ് ഉടമ്പടിക്കില്ല. ഉടമ്പടി ഫുൾ ആൻഡ് ഫുൾ ഡിവൈൻ ഇനിഷ്യേറ്റീവാണ്. എന്നുവെച്ചാൽ ദൈവം മുൻകൈ എടുത്തിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതാണ് ആദ്യം ഇതിനെക്കുറിച്ച് അറിയേണ്ടത്. അപ്പോൾ ദൈവം മുൻകൈ എടുത്തിട്ടുള്ള പദ്ധതി ഒന്ന്. രണ്ടാമത്തത് എന്താണ്? ഇത് വാഗ്ദാനങ്ങളിലാണ് ബേസ് ചെയ്തിരിക്കുന്നത്. മനുഷ്യന്മാരുടെ വാഗ്ദാനം എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഫിസിക്കാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി. മനുഷ്യന്മാർക്ക് രണ്ട് ഫാക്കൽറ്റി ഉണ്ടാവും അല്ലേ? ഒന്ന് ഫിസിക്കാലിറ്റി, ഇപ്പം നിങ്ങളുടെ വീട്, ജോലി, വിവാഹം, PR, പ്രൊമോഷൻ, അതെല്ലാം നിങ്ങളുടെ ഫിസിക്കാലിറ്റിയെ ബന്ധപ്പെട്ട രോഗസൗഖ്യം ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി നിങ്ങളുടെ നിത്യജീവൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അല്ലേ? സ്പിരിച്വൽ ആൻഡ് ഫിസിക്കലായിട്ടുള്ള. ഇതിൻ്റെ അകത്ത് ഡെഫിനിറ്റായിട്ട് എല്ലാ പ്രാർത്ഥനാ രൂപങ്ങളിലേക്കും നമ്മൾ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഫിസിക്കാലിറ്റി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മോഡ് ഓഫ് ഓപ്പറാന്തിയെക്കുറിച്ച് ഒരു സിംഗിൾ റിസപ്ഷനിലേക്ക് നമ്മൾ ഒരു ആലപനത്തിലോ അല്ലെങ്കിൽ പ്രാർത്ഥനയിലോ ഒക്കെ ഉള്ളതാണ്. ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റുപറച്ചിലാണ് അത് മെക്കാനിസം ഉള്ളത്. എന്താണ് അതിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നത്? യേശു കർത്താവാണ്. റോമ 10:9 അനുസരിച്ചാണ് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയുടെ എഫിക്കസി ഇരിക്കുന്നത്. റോമ 10:9 എന്താണ്? യേശു കർത്താവാണെന്ന് പറഞ്ഞേ. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും. അധരം കൊണ്ട് ഏറ്റുപറയുന്നതാണ് ചൊല്ലണ പ്രാർത്ഥന എന്ന് പറയുന്നത് അല്ലേ? എല്ലാ പ്രാർത്ഥനകളും എഫിക്കസി ആകണത് ആ പ്രാർത്ഥനകളെല്ലാം ഒരു വാട്ടർമാർക്ക് ഉണ്ടാകണം. എന്താണത് വാട്ടർമാർക്ക്? എന്താണ്? എന്തെങ്കിലും വാട്ടർമാർക്ക് ആയാൽ പറ്റത്തില്ലേ? യേശു കർത്താവാണെന്നുള്ള അത് അതിൻ്റെ എന്താ അണ്ടർലൈൻ, അത് നമുക്ക് നട്ടെല്ലിലൂടെ സ്പൈൻ പോണ പോലെ തന്നെ നമ്മളുടെ പ്രാർത്ഥനയുടെ ഉള്ളിലൂടെ യേശു കർത്താവാണെന്നുള്ള ആ വിശ്വാസത്യം സഞ്ചരിക്കണം. യേശു കർത്താവാണെന്നുള്ള വിശ്വാസത്യം സഞ്ചരിക്കാത്ത പ്രാർത്ഥനയ്ക്ക് ഫേക്ക് പ്രെയറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സുവിശേഷ വിഹിതമോ അല്ലെങ്കിൽ സഭാത്മകമോ അല്ല. കാര്യം സഭയുടെ വിശ്വാസം എന്താണ്? യേശു കർത്താവാണ്. അത് ഫസ്റ്റ് ഓപ്പറേഷൻ ആയുള്ളൂ. ഈ ചൊല്ലണ പ്രാർത്ഥനകൾക്കെല്ലാം ഈ എന്തുകൊണ്ടാണ് ഉടമ്പടി മറ്റ് പ്രാർത്ഥനകളും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി സാധാരണ പ്രാർത്ഥനയിലെല്ലാം വരണത് യേശു കർത്താവാണെന്നുള്ള ആ വാട്ടർമാർക്കോട് കൂടി നമ്മൾ അതിനെ നമ്മുടെ ശബ്ദം കൊണ്ട് അല്ലെങ്കിൽ നാക്ക് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ എഫിക്കസി റിസൾട്ട് എന്ന് പറയുന്നത് സാധാരണഗതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇത് വർക്കൗട്ട് ചെയ്യാം. ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു ലെവൽ 1 വരുന്ന വിഷയങ്ങളെല്ലാം അത് കൈകാര്യം ചെയ്യും. പിന്നെ ടൈം അതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ടൈമിൻ്റെ കാര്യത്തിൽ അത് സമയമാണല്ലോ ഇതിനകത്ത് വില്ലനായിട്ട് പ്രവർത്തിക്കുന്നത് ഇല്ലേ? അതേമാതിരി ഈ ടൈമിനെ കൺട്രോൾ ചെയ്യാനുള്ള എലിമെൻ്റ് എന്താ പ്രെയറിലുള്ളത്? ഒന്നുമില്ല. ഇപ്പം നിങ്ങൾ പറയുന്ന ഇൻടേക്ക് സെപ്റ്റംബറിലെ ഇൻടേക്ക് എനിക്ക് കയറി പോകാൻ പറ്റിയില്ല. ഇനി ഏജൻറ്റ് പറയണേ ഇനി കുഴപ്പമില്ല, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു CS കിട്ടും, നിങ്ങൾക്ക് വേണമെങ്കിൽ ജനുവരി കയറി പോകാം, വേണമെങ്കിൽ ചിലപ്പോൾ പറ്റിയേക്കും. അങ്ങനെയൊക്കെ ഹൈപ്പോത്തറ്റിക്കലായിട്ടാണ് പറയണതേ.
ഇല്ല, ഡെഫിനിറ്റ് പറയണില്ലല്ലോ അവിടെ. ടൈമാണ് അവിടുത്തെ വില്ലൻ. ടൈമിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന പ്രാർത്ഥന ഈ സിംഗിൾ പ്രെയറിൽ ടൈമിനെ ഡയറക്റ്റായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനോ നിയന്ത്രിക്കാനോ ഒന്നുമുള്ള ഒരു ഫങ്ഷൻ എൻ്റെ അടുത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഉടമ്പടി നിങ്ങൾ ടെക്നിക്കലായിട്ട് നോക്കേണ്ടത്, പ്രത്യേകിച്ച് നമ്മളിവിടെ ചെയ്യണത് മരിയൻ ഉടമ്പടിയാണ്. മരിയൻ ഉടമ്പടി എന്ന് പറയുമ്പോൾ അത് ടൈം കൺട്രോൾഡ് പ്രെയറാണ്. കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈശോ എൻ്റെ സമയം ഇനിയും സമയമല്ലേ അവിടുത്തെ പ്രശ്നം അല്ലേ, എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ല. അപ്പോൾ ആ കാനായിലെ കുടുംബത്തിന് ഭൗതികമായ ഒരു ആവശ്യം നടക്കാനോ നടക്കാതിരിക്കാനോ സാധ്യതയുണ്ട്. ചിലപ്പോൾ നടന്നേക്കും, ചിലപ്പോൾ ആവശ്യത്തിന് ഉപകരിക്കത്തില്ല. കല്യാണം കഴിഞ്ഞാൽ പിന്നെ വീഞ്ഞിൻ്റെ ആവശ്യമില്ലല്ലോ, മനസ്സിലായോ? ടൈം അവിടെ പ്രാധാന്യം ആകണം. അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ അതിൻ്റെ ടൈമിൽ നടക്കണം. അപ്പോൾ ഈ ടൈമിനെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് അമ്മ ഈ വിഷയം പറയണത്. എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. മനസ്സിലായി? ചൊല്ലുകയല്ല. അത് എപ്പോഴും കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് ടെക്നിക്കായിട്ട് ഇത് പഠിച്ച് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഫുൾ റിസൾട്ട് വരണത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും, അച്ഛൻ പറയുന്ന കാരണം കാര്യങ്ങളറിയാം. പക്ഷേ കാര്യങ്ങൾ അറിഞ്ഞിട്ട് കാര്യമില്ല, അത് എക്സിക്യൂഷൻ ലെവലിൽ അതിൻ്റെ പ്രയോഗപരതയിലേക്ക് കൊണ്ടുവരണം. എന്നുവെച്ചാൽ ദൈവാനുഭവത്തിൻ്റെ സങ്കീർണമായ മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ ആവശ്യമായ ഒരു സ്പിരിച്വൽ തിയോളജി, ആധ്യാത്മിക വിദ്യാഭ്യാസം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എന്നാ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മളൊരു ബിലോ ആവറേജ് ആയിട്ട് ഇങ്ങനെ ജീവിച്ച് മരിച്ചു പോകും. ഉടമ്പടിയാണ് നമ്മൾ സബ്ജക്റ്റ്. ഇപ്പോൾ ഉടമ്പടി ഈ വിഷയത്തെ എങ്ങനെയാണ് കൺഫ്രണ്ട് ചെയ്യുന്നത്? ഇപ്പോൾ ഈ മനുഷ്യൻ എന്താ പറയണത്? അയാൾ പറയണത് എന്താണ്? ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു, പക്ഷേ എൻ്റെ മനസ്സിൽ നല്ല വരപ്രസാദം നിറഞ്ഞെന്ന്. അത് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഫസ്റ്റ് ടൈം ഐ ആം ഹിയറിങ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞ കേൾക്കണത്. ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു, ഞാൻ വേർത്ത് ബോധം കെട്ട് വീണെന്നൊക്കെയാണ് ആൾക്കാർ പറയണത്. അങ്ങനെയല്ല, ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു. അപ്പോൾ അയാളുടെ ലൈഫ് സ്പോയിലായിരിക്കും, പക്ഷേ എനിക്ക് ആ തോൽവി ഫീൽ ചെയ്യുന്നില്ല. ഞാൻ എൻക്രീസ്ഡായി, വരപ്രസാദം നിറഞ്ഞെന്നാണ് പറയണത്. അങ്ങനെ ഒരു മനുഷ്യൻ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ശ്രദ്ധിക്കേണ്ടി വരും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ബ്ലെസ്സിങ് ഉണ്ട്, അനോയിൻറ്റിങ് ഉണ്ട്. പിടികിട്ടിയ രണ്ട് കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നത്. ഒന്ന് ബ്ലെസ്സിങ് മീൻസ് ഫിസിക്കൽ ഫേവേഴ്സാണ് ബ്ലെസ്സിങ് എന്ന് പറയണത്. കാര്യം ബ്ലെസ്സിങ് വെച്ചിരിക്കുന്നത് നമ്മുടെ ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്, ഇല്ലേ? ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ബ്ലെസ്സിങ്സ് വെച്ചിരിക്കുന്നത്. ആ ബ്ലെസ്സിങ്സ് നമ്മൾ ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം സാക്ഷ്യം എന്താണ്? അച്ഛൻ എൻ്റെ വയറിൽ തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി. പിന്നീട് ഞാൻ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ സിസ്റ്റ് കാണാനില്ലെന്നാണ് സംഭവം. അതാണത്. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു സാക്ഷ്യം കേട്ടിട്ട് ഞാനിപ്പം ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയണതാണ്. ഞാൻ അധികം ആവശ്യമില്ലാത്ത സ്വരവും ബഹളം കാണിക്കാത്ത കാര്യം, ഇത് വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ച് ശാന്തമായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് സത്യങ്ങളുണ്ട്. ഇതറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കിത് നല്ല ശരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ, നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. കാര്യം ഇതൊരു ടെക്നിക്കൽ പ്രെയറാണ്. അല്ല നമ്മളുടെ മറ്റു പ്രാർത്ഥന പോലെ ഇത് അട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. തന്നെയല്ല ഇതിൻ്റെ സാധ്യതകളെന്ന് പറയണത് നമ്മുടെ സാധാരണ പ്രാർത്ഥനയുടെ സാധ്യതകളല്ല, അതുക്കും മേലെയാണ് ഇതിൻ്റെ സംഭവം. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ഉടമ്പടിയെക്കുറിച്ചുള്ള ആഴമായ ജ്ഞാനത്താൽ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും ഹൃദയത്തെ ജ്വലിപ്പിക്കുകയും ആന്തരിക ബോധ്യം നൽകുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാവാ, സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ വെൺശോഭയാ,
വാവാ ഒരുമിച്ച് പാടുക. സ്നേഹരാജാവേ എന്നെന്നും എന്നുള്ളിൽ വാഴാൻ വാവാ സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ വെൺശോഭയേകാൻ. എല്ലാവരും നിൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥന. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ചൈതന്യം തളം കെട്ടി നിൽക്കുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ കുദാശ അനുകരണമായ മരിയൻ ഉടമ്പടിയിലാണ് നമ്മൾ ദൈവവുമായിട്ട് ബന്ധം സ്ഥാപിച്ചിരിക്കുന്നത്. അതിൻ്റെ മെയിൻ്റനൻസിനെ കുറിച്ചാണ് ഈ സമയം മുഴുവനും കർത്താവ് നമ്മോട് സംസാരിച്ചത്. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, മക്കളെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. കർത്താവ് എനിക്ക് കാണിച്ചു തരുന്ന കർത്താവ് സുഖപ്പെടുത്തുമെന്ന് ഉദ്ദേശിക്കുന്ന രോഗങ്ങളെ കാണിച്ചു തരുന്നതനുസരിച്ച് കൊണ്ട് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം. കർത്താവിൻ്റെ അടിപ്പണ്ട പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കുന്ന സമയമാണ്. സ്തുതികടെ ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന കർത്താവേ, കർത്താവെ പേശികൾ ദ്രവിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വവ്വാലിൻ്റെ ചിറക് പോലെ കർത്താവെ ചില പേശികളെ കാണിക്കുന്നുണ്ട്. ഈശോയെ, പേശികൾക്കെല്ലാം കർത്താവ് ക്ഷയം സംഭവിച്ചത്, പേശി ക്ഷയങ്ങൾ സംഭവിച്ചത് കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇറ്റ്സ് എ ഗ്രേറ്റ് മിറക്കിൾ. പേശികളെ കർത്താവ് ക്ഷയം സംഭവിച്ചവരെ, അസ്ഥികളെ ദ്രവിച്ചിരിക്കുന്ന അസ്ഥി ശോഷണമുള്ളവരെ, അതുപോലെ നടക്കാനോ കൈ ഉയർത്താനോ പറ്റാത്തവരെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. ശ്രുതിക്കട്ടെ, എല്ലാവരും ശ്രുതിക്കട്ടെ. കർത്താവ് നിന്റെ തിരുമുറുപാർന്ന വലത്ത് കരം കർത്താവ് ഓരോ മകൻ്റെ മേലും മകളുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ തിരുമുറുപാർന്ന വലത്ത് കരം കർത്താവ് ഉള്ളക്കാലം മുതൽ ഉച്ചവരെ കർത്താവ് ക്യാൻസർ രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളിലും പുറത്തും രോഗമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇവിടെ ആയിരിക്കും എന്നാൽ രോഗി വീട്ടിലായിരിക്കുകയും ചെയ്യുന്ന രോഗികളെ, കിടപ്പ് രോഗികളെ, നടപ്പ് രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മസ്തിഷ്കത്തിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ, സൗഖ്യത്തിൻ്റെ രക്തം നിറയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ തൊണ്ടയിലെ കർത്താവ്, നാക്കിലും നാവിലും നാഭിയിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവിൻ്റെ മുഴുവൻ രോഗങ്ങൾ നീ വിടുതൽ പ്രാപിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ശ്വാസകോശങ്ങളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ശ്വാസകോശങ്ങളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഹൃദയത്തിലും ഹൃദയപേശികളിലും കോശങ്ങളിലും ഞരമ്പുകളിലും വാൽവുകളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ശ്വാസകോശ രോഗികൾ, ഹൃദയരോഗികൾ സൗഖ്യമാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തെ കരളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കരളിൽ കർത്താവ് പുളീഖായിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. പാൻക്രിയാസിലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ പാൻക്രിയാസിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഉദരരോഗികളെ, കുടൽ പുണ്ണുള്ളവരെ, അൾസർ രോഗികളെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ അടിവയറ്റിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ മക്കളില്ലാത്തവരെ കർത്താവ് സ്പർശിക്കട്ടെ. അണ്ട ഉൽപ്പാദിക്കപ്പെടാത്തവരും ബീജം ഉൽപ്പാദിക്കപ്പെടുന്നവരും കർത്താവ് സ്പർശിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലെ സിസ്റ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ കിഡ്നി രോഗികളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കിഡ്നി ചുരുക്കമുള്ളവരെ, കിഡ്നി ചുരുങ്ങിപ്പോകുന്നവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ കിഡ്നി കല്ലുള്ളവരെ കർത്താവിൻ്റെ രക്തം അരിഞ്ഞു പോകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ നടുവേദനക്കാരും നടുവേദന ഉള്ളവരെ, നട്ടലിന് വേദന ഉള്ളവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. മൂത്രം അറിയാതെ പോകുന്നവരെ, മനമറിയാതെ പോകുന്നവർ, രക്തമറിയാതെ പോകുന്നവർ, ചെയ്യുന്ന വഴുപ്പ് വരുന്നവർ, മൂക്കിടുന്ന സ്രാവങ്ങൾ വരുന്നവർ, എല്ലാ സ്രാവരോഗികളും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. അതിശക്തമായി ശ്രദ്ധിക്കട്ടെ, ഇടിമിന്നൽ പോലെ ശ്രദ്ധിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ അസ്ഥിരോഗികളെ, പേശി രോഗികള്, കാലിന് വാദമുള്ളവര്, നടക്കാൻ പറ്റാത്തവര്, കാലിന് നീരിറങ്ങി വരുന്നവര്, യേശുവിൻ്റെ നാമത്തില് സൗഖ്യമാകട്ടെ. മുടി കൊഴിഞ്ഞു പോകുന്നവര്, ചിരങ്ങ് രോഗികള്, ചൊറി രോഗികള്, സോറിയാസിസ് രോഗികള്, പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധ നാമത്തിൽ മാരക രോഗങ്ങള്, തിരവേദികള് യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
സാക്ഷി ആരാധന. രോഗസൗഖ്യങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാക്കൂ. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാക്കൂ. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങള് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയില് ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ 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 മരിയ, ആവേ ആവേ